മോശമായ സംസാരം ചെവി കൊണ്ട് കേൾക്കലുണ്ടല്ലോ, അന്യ പെണ്ണിന്റെ ശബ്ദം കേൾക്കല് അത് ചെവിയുടെ വ്യഭിചാരമാണ് പൊന്നുമോനെ. അത് വിവാഹം ഉറപ്പിച്ച പെണ്ണാകട്ടെ, ചെറുപ്പക്കാര് പടച്ചവനെ ചോദിക്കും, ഉസ്താദേ വിവാഹം ഉറപ്പിച്ചല്ലോ. എടാ ഉറപ്പിച്ചെന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിൽ ഒരു നിലയുമില്ലടാ, ആ ഉറപ്പിയിൽ ഇസ്ലാമിൽ ഒരു വിലയുമില്ല പൊന്നുമോര്. നിക്കാഹ് കഴിച്ചാലേ അവള് നിനക്ക് നിന്റെ ഭാര്യയാകൂ. നിക്കാഹ് കഴിക്കുന്നതിന് ഒരു സെക്കൻഡ് മുമ്പ് വരെ അവള് നിനക്ക് അന്യപുരുഷനാടാ. നാട്ടുകാരെ മുഴുവനും വിളിച്ചാൽ നീ എത്ര സ്വർണം കൊണ്ടിട്ടാൽ പടച്ചവനെ നിക്കാഹ് കഴിക്കുന്നതിന് ആ പ്രിയപ്പെട്ട പെണ്ണിന്റെ വാപ്പ നിന്റെ കയ്യിൽ പിടിച്ചു തരുന്നത് വരെ എന്റെ പൊന്നുമോനെ അന്യപുരുഷൻ തന്നെയാ, അവൾ അന്യ പെണ്ണ് തന്നെയാ. പടച്ചവനെ ഫോണിലൂടെ സംസാരിക്കുന്ന യുവത്വേ, മരിച്ച വ്യഭിചാരിയെ പോലെ മരിക്കണം ചെറുപ്പക്കാരാ. മരിച്ചുപോയാ വാപ്പാ പൊന്നുമക്കളെ ഒരുത്തം വന്ന് കണ്ടു ഇഷ്ടപ്പെട്ട് അല്പം സ്വർണ്ണമിട്ടിട്ട് വിവാഹം ഉറപ്പിക്കാൻ നിങ്ങളുടെ പൊന്നുമോളെ കെട്ടാൻ തയ്യാറാണെന്ന് പറഞ്ഞ ഒരു വാക്കിന്റെ ബലത്തില് നീ നിന്റെ പൊന്നുമോളെ ഫോൺ വിളിക്കാൻ അവസരം കൊടുത്താ നിന്റെ പൊന്നുമോള് വ്യഭിചാരിയാണ് വാപ്പാ. നിന്റെ പൊന്നുമോള് മരിച്ചുപോയാ വ്യഭിചാരിയെ പോലെയാണ് മരിക്കുന്നത്. നീ ആരെന്നറിയുവോ? നീ വ്യഭിചാരിയുടെ വാപ്പയാണ്. നിന്റെ പൊന്നുമോളെ വ്യഭിചരിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തത് നീയാണ്. നിന്നെ പടച്ചുറപ്പ് വിടൂല. നിനക്ക് തടമ്പുണ്ടെങ്കിലും താടിയുണ്ടെങ്കിലും ഹാജിയാരാണെങ്കിലും പള്ളിയിലെ ഇമാമാണെങ്കിലും ഏത് കൊലകൊമ്പനാണെങ്കിലും അള്ളാഹു നിന്നെ വെറുതെ വിടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തില് ഏറ്റവും വലിയ വൃത്തികെട്ടവര് 3 വിഭാഗമാണ്. ഏറ്റവും വലിയ വൃത്തികെട്ടവര് 3 വിഭാഗമാണ്. ആ 3 വിഭാഗത്തിൽ ഒന്നാമത്തെ വിഭാഗം ഏതെന്നറിയുവോ? തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുമ്പോ അതിന് സാരമായി തള്ളിക്കളയുന്ന വാപ്പാ നീയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. പടച്ചുറപ്പ് നിന്റെ മുഖത്ത് നോക്കൂല, നിന്നോട് കരുണ കാണിക്കൂല, നിനക്കൊരു പരിഗണനയും ഉണ്ടാകില്ല, അല്ലാഹുവിന്റെ ദയ പോലും നിനക്കുണ്ടാകില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അന്യ പെണ്ണിന്റെ ശബ്ദം കേൾക്കല് അത് ചെവിയുടെ വ്യഭിചാരമാണ്. ഹറാമ് കാര്യങ്ങൾ സംസാരിക്കലുണ്ടല്ലോ, ഹറാമായ കാര്യങ്ങൾ സംസാരിക്കലുണ്ടല്ലോ, അത് നിന്റെ നാവിന്റെ വ്യഭിചാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. നാവ് കൊണ്ട് മോശമായ സെക്സ് ഉണ്ടാക്കുന്ന സംസാരങ്ങൾ സംസാരിക്കുന്നവരല്ലേ പടച്ചവരെ, ഇന്ന് ശരീരത്തിന്റെ വ്യഭിചാരം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്. മോശമായത് സംസാരിക്കൽ നിന്റെ നാവിന്റെ വ്യഭിചാരമാ. അല്ലാഹുവേ, കൈയുടെ വ്യഭിചാരം എന്തെന്നറിയോ? അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊടല് കൈയുടെ വ്യഭിചാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, കല്യാണ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ, ഒരുപാട് തിരക്കുകൾ ഉണ്ടാകുമ്പോ, ബസ്സിനകത്ത് യാത്ര ചെയ്യുമ്പോ പടച്ചവനെ ചിലർ കന്യ പെണ്ണുങ്ങളുടെ ശരീരത്തൊന്ന് തടകുന്നത്, ഒന്ന് തൊടുന്നത് വല്ലാത്ത ഇഷ്ടമാണ്. എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ചെറുപ്പക്കാരാ, അന്യ ഒരു പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നതിനേക്കാളും നല്ലതെന്നറിയുവോ? ഏതെങ്കിലും ഒരു അന്യ പെണ്ണിന്റെ ശരീരത്ത്, ഏതെങ്കിലും ഒരു അന്യ ചെറുപ്പക്കാരന്റെ ശരീരത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും തൊടണമെന്ന് ആഗ്രഹമുണ്ടായാൽ അവളെ തൊടുന്നതിനേക്കാളും നല്ലതെന്തെന്നറിയുവോ? അന്യ ഒരു പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നതിനേക്കാൾ ഏറ്റവും നല്ലതെന്തെന്നറിയുവോ? കാഷ്ടത്തിൽ കിടക്കുന്ന പന്നിയുണ്ടല്ലോ, തൊട്ടാൽ 7 വെള്ളത്തിൽ കഴുകണമെന്ന് പറയുന്ന നീ പറിച്ചവര്, ആ പേര് തന്നെ നിനക്ക് വല്ലാത്ത അലർജിയാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, അന്യ ഒരു പെണ്ണിന്റെ ശരീരത്ത് തൊടുന്നതിനേക്കാളും നല്ലത് കാഷ്ടത്തിൽ കിടക്കുന്ന പന്നിയെ കെട്ടിപ്പിടിച്ച് കിടക്കലാണ് നല്ലതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. പന്നിയെ കെട്ടിപ്പിടിച്ച് കിടന്നാൽ കഴുകിയാ പോകുമല്ലോ.
പന്നിയെ കെട്ടിപ്പിടിച്ച് കിടന്നാൽ കഴുകിയാൽ അത് പോകുമല്ലോ. പക്ഷേ അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊട്ടാൽ അത് പാപമാണ് ചെറുപ്പക്കാരാ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുമ്പോ പടച്ചവനെ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. പള്ളിയിലെ ഒന്നാമത്തെ സഫിലാണ് ഇരിക്കുന്നത്. എപ്പോ നോക്കിയാലും പള്ളിയിലാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് ആ ചെറുപ്പക്കാരനെ വല്ലാത്ത ഇഷ്ടമാ. എന്റെ പ്രിയമുള്ളവരെ, ഒരു ദിവസം നമസ്കാരം കഴിഞ്ഞ് തന്റെ വീട്ടിലേക്ക്, ഇശാ നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോകുമ്പോ ഒരു സുന്ദരിയായ പെണ്ണ് കേറി പിടിക്കുകയാ. കാണാനടകുള്ള യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഈ ചെറുപ്പക്കാരന് ഒരു സുന്ദരിയായ പെണ്ണ് കേറി പിടിക്കുകയാണ്. അവിടുന്ന് പറയുന്നു, ചെറുപ്പക്കാരാ, എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുവോ ചെറുപ്പക്കാരാ? ആരും കാണില്ല, ആരും കാണില്ല, ഒരു പ്രാവശ്യം എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുവോ എന്ന് ഒരു പെണ്ണ് തന്റെ ശരീരത്തിലേക്ക് ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. കെട്ടിപ്പിടിച്ചിട്ട് ചോദിക്കുമ്പോ, അല്ലാഹുവേ, ഒരു പെണ്ണിന്റെ ശരീരത്ത് ഞാൻ തൊട്ടുപോയല്ലോ റബ്ബേ, ഖസറ ദുനിയാ വൽ ആഖിറ, എന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയല്ലോ റബ്ബേ. നാളെ ഞാൻ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഇതിന് മറുപടി പറയേണ്ടി വരുമല്ലോ അല്ലാ. ഒരു സുന്ദരിയായ പെണ്ണ് പാതിരാത്രി തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട്, അവിടെ എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുവോ, ഒരാളും കാണില്ല എന്ന് പറഞ്ഞ് യാചിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ പേടിച്ച് തളർന്നു വീഴുകയാ. പടച്ച റബ്ബിനെ കുറിച്ചുള്ള പേടി കാരണം ആ ചെറുപ്പക്കാരൻ തളർന്നു വീഴുകയാണ്. റബ്ബേ, ഏതോ വഴിയാത്രക്കാരെടുത്തുകൊണ്ട് ആ പൊന്നുമോനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ആ പൊന്നുമോനെ വീടിനകത്തേക്ക് കൊണ്ടുപോയി തന്റെ പ്രിയപ്പെട്ട വാപ്പാന്റെ മുന്നിൽ പൊന്നുമോനെ കൊണ്ടുവെക്കുമ്പോ അവിടുന്ന് ബോധം തിരിച്ചു വന്നപ്പോ വാപ്പ ചോദിക്കുന്നു, മോനെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോ കരഞ്ഞുകൊണ്ട് പറയുന്നു, വാപ്പാ, ഒരു പെണ്ണെന്നെ കേറി പിടിച്ചു വാപ്പാ, എന്റെ ശരീരം ആ പെണ്ണിന്റെ ശരീരവുമായി സ്പർശിച്ചു വാപ്പാ, എനിക്ക് അല്ലാഹു ശിക്ഷ തരുവോ, അതോ പേടിച്ച് പിന്മാറിയതിന് പകരം പ്രതിഫലമാണോ തരുന്നത്? പ്രിയപ്പെട്ട വാപ്പയോട് പൊന്നുമകനെ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അവിടെ നിന്ന് പറഞ്ഞു, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പോയി ചോദിക്കുക വാപ്പാ. അവസാനം തന്റെ പ്രിയപ്പെട്ട പൊന്നുമോര് പറയുമ്പോ അവസാനം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ പോയി കാര്യങ്ങൾ മുഴുവനും പറഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ സുബ്ഹാനല്ലാഹ്, നെഞ്ചു പൊട്ടിയിട്ട് മരിച്ചു പോയടാ ചെറുപ്പക്കാരാ. അങ്ങോട്ടൊരു പെണ്ണിനെ കേറി പിടിച്ചതല്ല, അങ്ങോട്ടൊരു പെണ്ണിനെ കയറി പിടിച്ചതല്ല, ഒരു പെണ്ണിങ്ങോട്ട് കയറി പിടിച്ചതാണ്, ഒരു പെണ്ണിങ്ങോട്ട് കയറി പിടിച്ചതാ. പക്ഷേ ഇങ്ങോട്ട് പിടിച്ചപ്പോ പോലും അല്ലാഹുവേ, അവിടുന്ന് പേടിച്ചിട്ട് ബോധം നഷ്ടപ്പെട്ടു പോവുകയാണ്. അത് ചിന്തിച്ച് ആ ചെറുപ്പക്കാരൻ ഹൃദയം പൊട്ടിയിട്ട് മരിച്ചു പോവുകയാ. ആ ചെറുപ്പക്കാരന്റെ ജനാസ കൊണ്ടുവന്ന് 6 അടി മണ്ണിനകത്തേക്ക് ഇറക്കി വെക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, പൊന്നുമോനെ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ, മോനെ, ഒരു തെറ്റ് ചെയ്യാൻ അവസരം കിട്ടിയപ്പോ പടച്ച റബ്ബിനെ കുറിച്ച് പേടിച്ചിട്ട് മാറിയ പൊന്നുമോനെ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ, നിനക്ക് നാളെ പടച്ച റബ്ബ് 2 സ്വർഗം തരുമെന്ന ഖുർആനിന്റെ ആയത്ത് ഓതുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഞാനും നിങ്ങളും പടച്ചവനെ എത്രയോ പ്രാവശ്യം തെറ്റ് ചെയ്തവരാണ്.
അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, എല്ലാ പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാനുള്ള അവസരമാണ്. പടച്ച റബ്ബ് നമുക്ക് ഓരോ ദിവസവും ഇങ്ങനെ ആയുസ് തരുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ചെയ്തു പോയത് പടച്ച റബ്ബിനോട് ഏറ്റു പറയാരാ. അതുകൊണ്ട് ഫോൺ വിളിച്ചവരുണ്ട്, പടച്ചവനെ വൃത്തികേടുകൾ കാണിച്ചവരുണ്ട്, അന്യപുരുഷന് ചിത്രമയച്ചു കൊടുത്തവരുണ്ട്, അന്യപുരുഷനുമായി ശരീരത്തിൽ തൊട്ടവരുണ്ട്. എല്ലാം ഇന്ന് വരെ ആരും അറിയാത്തത് നിന്റെ കഴിവ് കൊണ്ടാണെന്ന് കരുതല്ലേ. പടച്ചുറപ്പ് നിന്നോട് കാണിക്കുന്ന കരുണയാ, അല്ലാഹു നിന്നോട് കാണിക്കുന്ന കരുണയാ. നിന്റെ മക്കളെ കുറിച്ച് ഓർത്തിട്ടാണ് പെങ്ങള്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, അല്ലാഹു നീതിമാനാണ്, അല്ലാഹു നീതിമാനാണ്. ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ഓർത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യുന്ന മനുഷ്യന് നാളെ പടച്ചുറപ്പിന്റെ സ്വർഗത്തിൽ 2 സ്വർഗമുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ പ്രവാചകന്റെ മുന്നിലേക്ക് പടച്ചവരെ മാഇസ് റളിയല്ലാഹു തആല അൻഹു ഒരു ചെറുപ്പക്കാരനായ സഹാബിയ